गजवदना करुणा सदना गजवदना करुणा सदना गजवदना करुणा सदना शंकर बाला लंबोदर सुंदर गजवदना करुणा सदना ചന്ദ്രനഗർ ബസ് സ്റ്റോപ്പിൽ നിന്നും 200 കിലോമീറ്റർ തെക്ക് മാറി ബൈപ്പാസിൻ്റെ സർവീസ് റോഡ് കുന്നനൂർ. ഈ സ്ഥലത്തിന് പേര് കുന്നനൂർ ഗണപതി അമ്പലം, കുന്നനൂർ അംശം ദേശത്ത് കുന്നനൂർ ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്ന് 3 കിലോമീറ്റർ നേരെ കിഴക്കോട്ട്, നേരെ കോയമ്പത്തൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തെക്കോട്ട് 200 മീറ്റർ തെക്ക് മാറി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. शंकर बाला लंबोदर सुंदर गजवदना करुणा सदना 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 अजन मरेंद्र अजन मरेंद्र मुनिवरु पणियु अजन मरेंद्र मुनिवरु पणियु अजन मरेंद्र मुनिवरु पणियु गजन मरेंद्र मुनिवरु पणियु पंकज शरण शरणो शरणो पंकज चरण शरणो शरणो पंकज चरण शरणो शरणो पंकज चरण शरणो शरणो श्री गजवदना करुणा सदना शंकर बाला लंबोदर सुंदर गजवदना करुणा सदना ഞാൻ ശ്രീജിത് കുമാറാണ്. ഇവിടെ ഗാന്ധിനഗർ കോളനിയിൽ 95 തൊട്ടിട്ട് താമസിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഈ അമ്പലത്തിൽ കുന്നനൂർ ഗണപതി കോവിൽ വളരെ പ്രസിദ്ധമാണ്. ജൂൺ ആ സമയത്താണ് അതിൻ്റെ പ്രതിഷ്ഠാ ദിനവും എല്ലാം നന്നായിട്ട് കേമായിട്ട് നടക്കാറുണ്ട്. പ്രതിഷ്ഠാ ദിനം പിന്നെ എല്ലാ പൂജകളും ഉണ്ട് ഇവിടെ. ഗണപതി ഹോമം എപ്പോഴും കഴിക്കാറുണ്ട്. നല്ല വിശ്വാസമാണ് എനിക്ക്. പിന്നെ ഒറ്റപ്പം, അപ്പം, കടുമ പായസം എല്ലാ ഇതുകളും ഉണ്ട് ഇവിടെ. എല്ലാ പായസ പൂജകളും എല്ലാം
നന്നായി നടക്കുന്നുണ്ട്. ഈ അമ്പലം വളരെ പ്രസിദ്ധമായി. ആദ്യം നല്ല ഇതായിരുന്നു, ഉയരത്തിലായിരുന്നു. പിന്നെ അത് ഹൈവേ വന്നപ്പോൾ ഒരു 10 കൊല്ലം മുമ്പേ അത് മാറ്റിയിട്ട് പിന്നെ പുതുതായി പണിതതാണ്. ഇപ്പോൾ ലെവലിലായിട്ടാണ്. നല്ല നല്ല പ്രസിദ്ധി ഉള്ള അമ്പലമാണ്. നല്ല അമ്പലമാണ്. ഇവിടുത്തെ തിരുമേനി വളരെ നന്നായി ചെയ്യുന്ന ആളാണ്. എല്ലാ പൂജകളും നന്നായി നടത്താറുണ്ട്. ശിവാഗമമന്ത്രസാരം നീയേ മൂവുലകിർക്കാദാരോ നീയേ ശിവാഗമമന്ത്രസാരം നീയേ வாழ்வில் என் ஜீவாதாரம். എൻ്റെ പേര് ശാന്ത നമ്പീശൻ എന്നാണ്. ഞാനിവിടെ കുറേ കാലമായിട്ട് ഈ അമ്പലത്തിൻ്റെ ഇത് തുടങ്ങിയ മുതലേക്ക് ഇവിടെ മാലയൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ഇവിടെ തുടങ്ങിയത്. പിന്നെ മൂപ്പർക്ക് പിന്നെ വയ്യാതെയൊക്കെ ആയി കുറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് തുടർന്ന് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ട് നടന്നോളൂ, അതുകൊണ്ട് നിനക്ക് ദോഷമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 10-22 വർഷത്തോളമായി ഇവിടെ മാല കൊണ്ട് തുടങ്ങിയിട്ട്. എനിക്ക് അതുകൊണ്ട് ഇതേവരെ എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും കാലം ഇപ്പോൾ 10-25 വർഷത്തോളമായിട്ട് അവരും അതെ കുട്ടികളും എല്ലാവരും നന്നായി ഇരിക്കുന്നുണ്ട്. ഒരാൾ ദുബായിലാണ്, ഒരാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത് ITIയിലാണ്, മറ്റാൾ ദുബായിൽ ഒരു ഇതിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം നല്ല സുഖമായിട്ട് ഞങ്ങൾ ഒരു വിഷമമൊന്നും കൂടാതെ കഴിയുന്നുണ്ട്. എല്ലാം ഈ ഗണപതിയുടെ സഹായം എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ വിശ്വാസത്തിന് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇത്രയും കാലം ഇവിടെ കഴിയുന്നുണ്ട്. ഇനിയും തുടർന്ന് ഈ ഗണപതിയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണമെന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് നല്ല പുരോഗതി ഇതും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. സദനാ ശങ്കര ബാല ലംബോദര സുന്ദര ഗജവദന കരുണാ സദനാ അജനമരേന്ദ്രനു അജനമരേന്ദ്രനു മുനിവരു പണിയു അജനമരേന്ദ്രനു മുനിവരു പണിയു അജനമരേന്ദ്രനു മുനിവരു പണിയു ಗಜನಮರೇಂದ್ರನು ಮುನಿವರು ಪಣಿಯು ಪಂಕಜ ಶರಣ ಶರಣು ಶರಣು ಪಂಕಜ ಚರಣ ಶರಣು ಶರಣು ಪಂಕಜ ಚರಣ ಶರಣು ಶರಣು ಪಂಕಜ ಚರಣ ಶರಣು ಶರಣು ಶ್ರೀ ಗಜವದನ ಕರುಣಾ ಸದನಾ ಶಂಕರ ಬಾಲ ಲಂಬೋದರ ಸುಂದರ ಗಜವದನ ಕರುಣಾ ಸದನಾ
శివాగమమంత్రసారం నీయే மூவுலகிற்காதாரோ நீயே சிவாகமமத்ரசாரம் நீயே வாழ்வில் என் ஜீவாதாரம் நீயே வாழ்வில் ஜீவாதாரம் நீயே வாழ்வில் ஜீவாதாரம் நீயருள்வாய் சுமுகா நீயருள்வாய் சுமுகா நீயருள்வாய் சுமுகா ஓங்கார கஜவதனா கருணா சதனா சங்கர பாலா லம்போதர சுந்தர கஜவதனா கருணா சதனா ഞാൻ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് 33 വർഷമായി. 33 വർഷം ഗണപതി അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും കാലത്ത് ഗണപതി ആകുമ്പോൾ വൈകുന്നേരം പായസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല അനുഭവമാണ് ഗണപതിയെ പറ്റിച്ച്. എൻ്റെ മനസ്സിലേക്ക് ഞാൻ വിളിച്ചാൽ വിളിയൊക്കെ ആളാണ് വിനോദൻ. ഞാൻ ഏകദേശം ഒരു 37 വർഷമായി ഇവിടെ ശാന്തി പ്രവൃത്തി തുടങ്ങിയിട്ട്. അതിൽ 5 കൊല്ലം വിട്ടു നിൽക്കേണ്ടി വന്നു. വീണ്ടും 10 വർഷമായി ഇവിടെ ശാന്തി പ്രവൃത്തി തുടങ്ങിയിട്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ ഒരു തറയായിട്ടാണ് പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്, തറയിലാണ് ഉണ്ടായിരുന്നത്. അത് കാലക്രമേണ ശ്രീകോവിലായി. ആ ശ്രീകോവിൽ അവിടുന്ന് പിന്നെ ഹൈവേ വരുമ്പോൾ മാറ്റേണ്ടി വന്നു. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ശ്രീകോവിൽ കിട്ടുകയും പൂജാതി കർമ്മങ്ങൾ നടക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഗണപതി ഹോമം, മഹാഗണപതി ഹോമം, ഒറ്റയപ്പം, ചുറ്റുവിളക്ക്, കറുകമാല, നെയ്വിളക്ക്, ഇങ്ങനെ പ്രധാന വഴിപാടുകളായിട്ടുണ്ട്. ഇവിടെ ഭക്തജനങ്ങൾ ധാരാളം വരുന്നില്ലെങ്കിലും തെറ്റില്ലാതെ ആൾക്കാർ വരുന്നുണ്ട്. അതിൽ ചില ആൾക്കാർക്ക് ഭഗവാൻ ഇവിടെ പ്രാർത്ഥിച്ച് ഫലമുണ്ടായതായി പറയാറുണ്ട്. പിന്നെ എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ട്. എനിക്ക് സന്താനങ്ങളില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു.